ഹലോ രതീഷ് പരപ്പനങ്ങാടി കേട്ടോ. നമ്മളെ റൂമിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ കണ്ടപ്പോൾ എടുത്താണ്. നല്ല തണുപ്പാണ്, അമ്മാതിരി തണുപ്പ് പറഞ്ഞാൽ അമ്മാതിരി ഒരുമാതിരി തണുപ്പാണ്. അപ്പോൾ റൂമിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ എടുത്തതാണ്. കൊക്കോൺ ഉണ്ടല്ലോ, കൊക്കോണ് അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവർ റോഡിൻ്റെ സൈഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ല വൃത്തി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ കൊക്കോണ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് തന്നെ നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് ഇതിപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും കൊക്കോണ് എങ്ങനെയാണ്. ഇതൊരു മണ്ണിലാണ്, ഒരു ചട്ടിയിൽ മണ്ണ് ചൂടായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തുടക്കം മുതലൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് പാക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടോ, മൺതരി ഇങ്ങനെ ചൂടായി നിൽക്കണതിലേക്ക് അവരിപ്പോൾ കൊക്കോണ് അതിലേക്ക് പാസ് ചെയ്യണം. നോക്കൂട്ടോ, ഒന്ന് ശ്രദ്ധിച്ചൂടെ. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു എണ്ണയിലോ അതേപോലെ ഓയിലിലോ ഒന്നും അല്ല ഇതെടുക്കണത്. ഇത് ചൂടായ മൺതരിയിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാവില്ലല്ലോ. വാള കണ്ടോ, അത് ചൂടാക്കി കണ്ട് ഒരു 5 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അത് പുള്ളി തെറിച്ച് വരുന്ന നമുക്ക് വ്യൂ ആയിട്ട് കാണും. നമ്മൾ ഒരുപാട് വീഡിയോ ഇനി വരാണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ പിസ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് 4th ഫ്ലോറിലാണ് നമ്മൾ നിൽക്കണം. അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അറിയിക്കുക. ഇനി മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കട്ടോ, അത് കൊക്കോണ് പൊട്ടിത്തെറിച്ച് വരുന്നുണ്ടോ. ഞാനും ആദ്യമായിട്ട് കാണാണ് എത്ര ഇതിൽ എടുക്കണേ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ രീതിയിൽ നമ്മൾ കാണാമെന്നല്ലാതെ ഇതിപ്പോൾ ഒരു വണ്ടി തൊട്ടപ്പുറത്തുണ്ട്, അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന തീരുന്നതിനനുസരിച്ച് അവരിങ്ങനെ പാക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, പൊള്ളി ഓരോ പീസിച്ച് തെറിച്ച് വരുന്നുണ്ട്. എന്തായാലും നൈറ്റ് വൈബാണ്. നമുക്ക് അവർ ചെറിയ ആളുകൾക്ക് വേണമെങ്കിൽ പാക്കിങ്ങിൽ ചെറുതായിട്ട് ഹോൾസെയിലോ റീറ്റെയിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആവശ്യക്കാർക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസ് നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം എല്ലാവരും. ഏകദേശം അടുത്ത ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി 12-1 മണി വരെയൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ അടിയിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട്, എൻക്വയറി ഒന്ന് നടത്തുന്നുണ്ട്, എത്ര ടൈം വരെ ഉണ്ടാവും, എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ അറിയുന്ന ലെവൽ വെച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യും കേട്ടോ. കൊക്കോൺ ഏകദേശം റെഡി ആയിട്ടോ. ഒരാളിവിടെ പാക്ക് ചെയ്തും കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ അത് റെഡി ആവണത് നേരെ താഴത്തേക്ക് ഇട്ടുണ്ട്. ഇവിടുന്ന് പാക്ക് ചെയ്തതിന് ശേഷം പാക്കറ്റ് അവിടെ റെഡി ആക്കിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ, ഇവിടുന്ന് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീണ്ടും പറയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതുണ്ട്, അത് ഫില്ലായി. നാളെ ഒരുപാട് വീഡിയോ വരാനുണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളെ വായിലൊക്കെ വെള്ളം ഊറും. ഇനിയൊരു പിസ്സേൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് ഇതേപോലെ ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.